രാജീവ് ചന്ദ്രശേഖരൻ അറിയുന്നത് തന്നെ ഒരു ബിസിനസ്സുകാരനായിട്ടാണ്. അദ്ദേഹം പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ ഈ സർക്കാരിൽ ഞാൻ ഇന്നാള് എന്റെ പാർലമെന്റിന്റെ അകത്ത് ബഡ്ജറ്റ് സ്പീച്ചിന്റെ അവസാനത്തെ സ്പീച്ചായിരുന്നു ഈ തവണ ഈ വർഷത്തിന്റെ ഈ പാർലമെന്റിന്റെ. ഞാൻ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചത് ആർക്കും തർക്കം ചെയ്യാൻ സാധിക്കില്ല. ഈ മോദി സർക്കാരിന്റെ 10 വർഷക്കാലം നമ്മുടെ ഭാരതത്തിന്റെ ടോപ്പ് 20% 20% വ്യക്തികളുടെ സ്വത്ത് മാത്രമേ കൂടിയിട്ടുള്ളൂ. 80% ജനങ്ങളുടെ സ്വത്തും വരുമാനം ചുരുങ്ങിയിട്ടുണ്ടെന്നാണ് സത്യം. മനസ്സിലായില്ലേ? ഇതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. അപ്പൊ ഈ മോദി ഗ്യാരണ്ടി ആർക്കാ ഗുണം ചെയ്തിരിക്കുന്നത്? സമ്പന്നർക്ക് വേണ്ടി മാത്രം. സാധാരണക്കാർക്ക് ഒരു ഗ്യാരണ്ടിയും ഉണ്ടായിട്ടില്ല. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും മാത്രമാണ് അവർ ഗ്യാരണ്ടി. ന്യൂനപക്ഷികൾക്ക് ഒരു ഗ്യാരണ്ടിയും ഉണ്ടായിട്ടില്ല. ഉദാഹരണം വേണമെങ്കിൽ മണിപ്പൂരിൽ പോയി നോക്കുക, 230 ചർച്ചുകൾ പൊളിഞ്ഞു കിടക്കണം. ന്യൂനപക്ഷികൾക്ക് ഒരു ഗ്യാരണ്ടി. മുസ്ലിംസോട് ചോദിച്ചിട്ടൊക്കെ ഒരു കാര്യമില്ല. അവർക്ക് അറിയാം എല്ലാ ദിവസവും അവരെന്തൊക്കെയാണ് കേൾക്കുന്നത് ഈ ഭരിക്കുന്ന പാർട്ടിയുടെ വായികൾ. അപ്പൊ ആർക്കാണ് ഈ ഗ്യാരണ്ടി? ഈ 20%. ആ 20% കൂടി ഒരു പക്ഷെ കൂടുതൽ എണ്ണമായിരിക്കും. ഇതാണ് ഞാൻ വായിച്ച് മനസ്സിലാക്കിയത്. പക്ഷെ അതിലത്തെ ഒരു എലീറ്റ് ക്ലാസ് ഉള്ള ബിസിനസ്സുകാരാണ് പഴിച്ചിരിക്കുന്നത്. അപ്പൊ അവര് BJPക്ക് വേണ്ടി നിൽക്കുന്നതിൽ വലിയ അതിശയമുണ്ടോ? അവർക്കല്ലേ ഈ സർക്കാർ ഗുണം ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മൾക്ക് തിരുവനന്തപുരത്തുള്ള മത്സരത്തിലുള്ള മറ്റേത് ഈ 5 സ്ഥാനാർത്ഥികൾ ഇറങ്ങണം. അവിടെ നമ്മൾ എല്ലാവരും ചോദിക്കണം, നിങ്ങൾ ഈ സ്ഥലത്തിന് വേണ്ടി എന്താ ചെയ്തിരിക്കുന്നത്? ഇദ്ദേഹം ഉദാഹരണം നോക്കുകയാണെങ്കിൽ 2.5 വർഷമായിട്ട് IT മിനിസ്റ്റർ. ITക്ക് വല്ല കാര്യങ്ങൾ കേരളത്തിനോ തിരുവനന്തപുരത്ത് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഒരൊറ്റ ഉദാഹരണമുണ്ടോ? സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ഒരാഴ്ച ശേഷം അദ്ദേഹം 10 AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സെന്റർ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഇല്ലേ ഉള്ളൂ. അത് നോക്കിക്കോളൂ. അതിനൊപ്പം അദ്ദേഹം സ്കിൽ ഡെവലപ്മെന്റിന്റെ മന്ത്രിയാണ്. സ്കിൽ ഡെവലപ്മെന്റ് നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമാണെന്ന് ഞാൻ തന്നെ ആവശ്യപ്പെട്ടതാണ്. ഞാൻ സർക്കാരിൽ പ്രവർത്തിക്കുമ്പോൾ അത് വിട്ട ശേഷം ഞങ്ങളൊരു സ്റ്റഡി ചെയ്തപ്പോൾ 2.3% മാത്രമേ ഭാരതത്തിന്റെ ലേബർ ഫോഴ്സ് സ്കിൽഡ് ആയിട്ട് കാണുന്നുള്ളൂ ലോക സ്റ്റാൻഡേർഡ്സ് പ്രകാരം. 10 വർഷം മോദി സർക്കാർ കഴിഞ്ഞിട്ട് ആ 2.3% എത്ര എത്തിയറിയോ? 2.4%. 0.1% പുരോഗതി സ്കിൽ ഡെവലപ്മെന്റ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ വോട്ട് ചോദിക്കുമ്പോൾ? ആർക്കാണ് ഇവരുടെ ഗ്യാരണ്ടി? ആരെ സഹായിക്കാനാണ് ഈ സർക്കാർ ഭരിക്കുന്നത്? ഇതെല്ലാം നമ്മൾ ചോദിക്കണ്ടേ? അതാണ് ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കുന്നത്. ഞങ്ങളുടെ ഏത് MP ആണ് BJPക്ക് പോയിരിക്കുന്നത് ഈ 10 വർഷക്കാലം ചൂണ്ടിക്കാണിക്കും? പാർലമെന്റിന്റെ ഒരു മലയാളി MP സ്ഥലം വിട്ടിട്ടുണ്ട് ഇതുവരെ. ഇതൊക്കെ അടിസ്ഥാനമില്ലാത്ത ഈ ലെഫ്റ്റുകാർക്ക് വേറെ വേലയില്ലാതെ എനിക്ക് ദുഃഖം തോന്നുന്നു. കാരണം പറയുന്നതൊക്കെ ഇന്നാളെ മുഖ്യമന്ത്രി പറഞ്ഞു CAAയിൽ കോൺഗ്രസ് ഒരു ശബ്ദം വരുത്തിയില്ല. ഞാനാണ് ആദ്യം ആ ബില്ലിന്റെ ഇൻട്രൊഡക്ഷനെ ഒപ്പോസ് ചെയ്തത്. അതെന്റെ ഒരു അവകാശമായി ഞാൻ എഴുതി കൊടുത്തത്. ഞാൻ സംസാരിച്ചു ബില്ലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല, കാരണം ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന ലംഘനമാണ് പറഞ്ഞ് ഞാൻ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ആ ഡിബേറ്റ് വന്നപ്പോൾ ഞാനാണ് തർക്കിച്ച്. അത് കഴിഞ്ഞ് അമിത്ഷാ സംസാരിക്കുമ്പോൾ എന്റെ ഒരു തർക്കം നടത്തി. ഇതെല്ലാം സംഭവിച്ച ശേഷം കോൺഗ്രസ്സുകാർ അവിടെ ഉണ്ടായിരുന്നില്ല. അവരുടെ അധ്യക്ഷന്റെ ഒപ്പം ലഞ്ച് കഴിക്കുമെന്ന് മുഖ്യമന്ത്രിക്ക് പറയാൻ ആരാണ് ഇതൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുന്നത്? ഇതിന്റെ തെളിവൊക്കെ യൂട്യൂബിലുണ്ട്, പോയി കാണട്ടെ. ഇതാണ് ഈ ലെഫ്റ്റുകാര്. ശരിക്കും ഞാൻ പറയട്ടെ, ഈ കാര്യത്തിലൊക്കെ അനാവശ്യമായിട്ട് കോൺഗ്രസിന്റെ വോട്ട് ചുരുക്കുമ്പോൾ അത് ഒരൊറ്റ പാർട്ടിക്ക് ഗുണം ചെയ്യുള്ളൂ, അത് BJPക്ക് മാത്രമാണ്. അത് നിങ്ങൾക്ക് അറിയണം. ലെഫ്റ്റുകാർക്ക് അറിയാം അവർക്ക് ഡൽഹിയിൽ എത്തിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനില്ല. നമ്മൾക്ക് മോദി സർക്കാരിന്റെ ആദ്യത്തെ ടേമില് എത്ര ലെഫ്റ്റ് MP-മാരുന്നത്? 5 or 6 ഉണ്ടായിരുന്നു. അവർ എന്താ ചെയ്ത്? എന്ത് എഫക്റ്റ് ഉണ്ടായിരുന്നു? ആരാ അവരുടെ അഭിപ്രായം കേട്ടത്? ഏതായിരുന്നു അവരുടെ പ്രഭാഷണങ്ങൾ, പ്രധാനപ്പെട്ട പ്രഭാഷണം? നിങ്ങളെന്നെ നോക്കിക്കോളൂ. ഇത് എന്നോട് ചോദിക്കാൻ ആവശ്യമില്ല. നിങ്ങൾക്ക് എന്റെ ഒരു അസസ്മെന്റ്, ഒരു വിലയിരുത്തൽ നടത്തിക്കോളൂ. നിങ്ങളൊന്നും ചെയ്യുന്നില്ല. അവര് പറഞ്ഞ വാക്കുകളിലെ കേട്ട് നടന്നാൽ അവരെ ഡൽഹിക്ക് അയക്കുന്നത് വെറും ഒരു വേസ്റ്റ് ആണെന്ന് ഞാൻ മര്യാദയോട് പറയുന്നു. അവർക്ക് ഇവിടെ ഞങ്ങളെതിരെ മത്സരിക്കാൻ പൂർണ്ണ അവകാശമുണ്ട്. ഞങ്ങൾക്ക് അവരെതിരെ മത്സരിക്കാൻ സാധിക്കും. പക്ഷേ ഡൽഹിയിൽ ഒരു ദേശീയ പാർട്ടിയായിട്ട് കോൺഗ്രസ് നിൽക്കുമ്പോൾ മോദി സർക്കാരിന് എതിരെ ധൈര്യത്തോടെ നമ്മളെ ഓരോരോ വിഷയത്തിൽ നമ്മൾ മോദി സർക്കാരിനെ എതിരിക്കുമ്പോൾ, മോദി സർക്കാരിന് എതിരായി സംസാരിക്കുന്ന LDF സർക്കാർ എന്തിനാണ് ഞങ്ങളെതിരെ കുറിച്ച് നുണ പറയുന്നത്? ശരി, അവർക്ക് അവരുടെ കഴിവിനെ കുറിച്ച് സംസാരിച്ചോട്ടെ, അതൊരു വിരോധവും ഇല്ല. സോറി, വളരെ കുടിക്കപ്പെടാണ് നിങ്ങൾ. അതെല്ലാം ഞാൻ ചൂണ്ടിക്കാണ്. നിങ്ങൾ ഡിബേറ്റ് നിങ്ങൾ ഒരു വെറും ഗൂഗിളിൽ കയറിയാൽ മതി, വേറെ ഒന്നും ആവശ്യമില്ല. CAA ഡിബേറ്റ് തരൂർ കോൺഗ്രസ് ചോദിച്ചാൽ നിങ്ങൾ എല്ലാം കിട്ടും. യൂട്യൂബും കിട്ടും, ആർട്ടിക്കലും കിട്ടും. ഇതാണ് സത്യം. അതാണ് ഞാൻ ചോദിച്ചത്. ആരാണ് മുഖ്യമന്ത്രിയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്? അദ്ദേഹത്തിന് ഒരു ഹോംവർക്ക് ചെയ്യാൻ ആളില്ലേ? സത്യം പറയുകയാണെങ്കിൽ കുറച്ചൊരു എലിമെന്ററി റിസർച്ച് ചെയ്തിട്ടില്ല സംസാരിക്കേണ്ടത്.
നമ്മുടെ മുഖ്യമന്ത്രിയല്ലേ നമ്മൾ എല്ലാ സ്ഥാനത്തിനും ബഹുമാനിക്കേണ്ടത്. അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറയാൻ പാടും.